വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ് in Kuwait. ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം ലുലുവിലാണ് പോകുന്നത് അല്ലേ? അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. ഭയങ്കര ഗൗരവത്തിലാണത്. എന്തോ ചെയ്യുവോ? മൊബൈലിനകത്തൊരു പരിപാടി ചെയ്യാം. കണക്കൂട്ടണം ജീവിതത്തെ പറ്റി. ലിഫ്റ്റിനകത്തായിരുന്നു കണക്കൂട്ടുന്നില്ലേ? അങ്ങനെ ഞങ്ങള് സന്ധ്യ സമയത്ത് ഇറങ്ങുകയുണ്ടായി. അങ്ങനെ ഞാൻ വന്നതിന് ശേഷം ആദ്യമായിട്ടുമാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഗൈസ്, അമ്മയുടെ കുവൈറ്റ് യാത്ര ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. പെട്ടെന്നാണ് ടിക്കറ്റും വിസയൊക്കെ റെഡിയായി, പെട്ടെന്നാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും തന്നെ പറയുമ്പോൾ, അതായത് അമ്മ പോയി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര അതിശയമൊക്കെ ആയിരുന്നു. അയ്യോ അതെന്താ പെട്ടെന്ന് പോയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട്. അപ്പോൾ ലുലുവിൽ പോകുന്നത് നമ്മൾ അവിടെ പണ്ട്, അതായത് ഞാനും അനുവൊക്കെ ഉള്ള കുഞ്ഞിലെ ടൈമിൽ എപ്പോഴും പോകുമായിരുന്നു കേട്ടോ. ലുലുവിൽ എല്ലാ തേഴ്സ്ഡേയോ ഫ്രൈഡേയോ ഒക്കെ പോകുമായിരുന്നു. അതായത് അച്ഛന് ലീവുള്ള ടൈമിൽ. പിന്നെ അനുവങ്ങളുള്ള ടൈമിൽ അനുവങ്ങൾ നമ്മളെ കൊണ്ടുപോയത്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അതുവഴി നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരത്തോളായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മളെ ഇപ്രാവശ്യം കൊണ്ടുപോകാഞ്ഞത്. ഇല്ലെന്നെങ്കിൽ നമ്മളെ കൊണ്ടുപോയിനെ. കുവൈറ്റിലെ പെട്രോൾ പമ്പിന്റെ അവസ്ഥ കണ്ടോ? അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മീൻ ക്യൂ കണ്ടോ വണ്ടികളുടെ? ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് പെട്രോൾ പമ്പിൽ. എൻ്റെ 6th സ്റ്റാൻഡേർഡിലെ സമ്മർ വെക്കേഷൻ, അതായത് ഞാൻ 7th ആവാൻ പോകുന്ന ടൈമിലുള്ള സമ്മർ വെക്കേഷനാണ് കേട്ടോ ഞാൻ ലാസ്റ്റായിട്ട് കുവൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നത്. അനു ആ ടൈമിൽ, അനുവിൻ്റെ 8th സമ്മർ വെക്കേഷൻ, അതായത് അനു 9th ആവാൻ പോകുന്ന ടൈമിലുള്ള സമ്മർ വെക്കേഷനിലാണ് കേട്ടോ ഞാനും അനുവും കൂടെ ലാസ്റ്റായിട്ട് കുവൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നല്ല നല്ല മെമ്മറീസ് ആയിരുന്നു. എക്സൈറ്റ്. അപ്പോൾ അത് ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ. ആദ്യമേ തന്നെ അത് സെയിലിനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ അച്ഛനോട് എസ്കലേറ്റർ കയറിയിട്ട് മുകളിൽ കുറേ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോവാണ്. പർച്ചേസ് ചെയ്തോന്നൊന്നും എനിക്കറിയത്തില്ല. ലുലുവിൽ പോകുന്നത് ചിലപ്പോൾ ചിലവർ കാണാൻ പോകും, ചിലവർ മേടിക്കാൻ പോകും, അങ്ങനെ. അപ്പോൾ എല്ലാ ലുലുവിൽ ഉള്ളതുപോലെ തന്നെ വേണ്ട കുറേ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. ആലുക്കാസ് ഉണ്ട്, അതുപോലെ ഫോണിൻ്റെ കടകളുണ്ട്, വാച്ചിൻ്റെ കടകളുണ്ട്. ഇഷ്ടംപോലെ കളക്ഷൻസ് ആണ് കേട്ടോ. ഈ വർഷം അച്ഛൻ നാട്ടിൽ വരാതെ അനുവങ്ങൾ നാട്ടിൽ വന്നപ്പോൾ അനുവങ്ങളുടെ കയ്യിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു വാച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് അത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ എന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്ന ഗൈസ്. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാൻ ഈ വീഡിയോസൊക്കെ നോക്കുന്നത്, അല്ലാതെ ഞാൻ വീഡിയോസ് നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ അല്ലാതെ ഹൈപ്പർ മാർക്കറ്റിൽ പർച്ചേസിങ് ആണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരക്ക് കുറവല്ലേ? പല വെറൈറ്റി കൂണുകളാണ് കണ്ടേ. ചെറിയ ചെറിയ കൂണുകൾ, മഷ്റൂം. ഉണ്ട്. ഗ്രീൻ ഒറിഗാനോ.
റോസ്മേരി, പച്ചിലകളാണ് ഇതെല്ലാം. ഓറഞ്ച് ക്യാപ്സിക്കം ആദ്യമായിട്ടും കണ്ടു, ഓറഞ്ച് കളറ്. ഈ ആപ്പിളിൻ്റെ ഭംഗിയുണ്ടോ, സൂപ്പർ ആപ്പിൾ അല്ലേ. ഇത് മുട്ടൻ ആപ്പിൾ. ഇവിടെന്ന് വെച്ചാൽ റൂമിലൊക്കെ ആവശ്യമുള്ളത് എൻ്റെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ജീപ്പ്, കാറ്, ബൈക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് നൊസ്റ്റാൾജിയാണ്. അതായത് ഞാൻ ആ ഒരു ടൈമിൽ, കുഞ്ഞായിരിക്കുന്ന ടൈമിൽ ആ ഒരു ഏരിയയിലൊക്കെ ഓടിക്കളിക്കുകയായിരുന്നു. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല അച്ഛനും അമ്മയും അതിനെ മൈൻഡ് ആക്കാതെ ഒരു പഞ്ചാബി ധാബയിൽ പോയി ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്സ് അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എവിടെ പാനിപ്പൂരി കണ്ടാലും അവിടെ അമ്മ വീഴും, കൂടെ അച്ഛനും. അമ്മ വീഴുമ്പോൾ അച്ഛൻ കൂടെ വീണാൽ ല്ലേ പറ്റൂ. കൊള്ളാവോ? ഹെൻറി പിന്നെ ചുമ്മാ കള്ളം പറയാതെ, കള്ളം മാത്രം പറയാം. നന്നായിട്ടുണ്ട്. കള്ളം പറയേണ്ട കാര്യം എന്തോ, നമ്മുടെ നാട്ടിനേക്കാളൊന്നുമല്ല, പഞ്ചാബി ധാബയായോണ്ടായിരിക്കും. എനിക്ക് അതല്ല ഗൈസ് പ്രശ്നം. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്കും എനിക്ക് ടെംപ്റ്റേഷനാണ് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്കാണെങ്കിൽ എന്നെ ഒരു മിസ്സിങ്ങും ഇല്ല. ഞാനാണെങ്കിൽ പാനിപ്പൂരിയൊക്കെ കണ്ട അവിടെ വീഴുന്ന ടൈപ്പായിട്ടാ. ചേട്ടാ എന്തോ കഴിക്കുന്നേ? ആഹാരോ? അതിൻ്റെ പേരെന്തുവാ? പനീർ കുൽച്ചയാ. ഞാൻ ഗോബി കുൽച്ച. ഇത് ചോല, ഇത് ഉള്ളി ഏതാണ്ട്, ഇത് തൈരിനകത്ത് ഏതാണ് മിക്സ് ചെയ്തത്. ലസ്സി കുടിക്കാനുള്ള തയ്യാറെടുപ്പ്. മധുരമുണ്ടോ? സൂപ്പറാ. എൻ്റേതാണ്ട് ഇരിക്കുന്നത്. ക്രിസ്മസിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ലുലു ഒരുങ്ങിക്കഴിഞ്ഞു. അല്ലേ ഇത്? ജോയ ലുക്കാസിൻ്റെ കടകൾ, മലബാർ ഗോൾഡ് എല്ലാം ഉണ്ട്. ചേട്ടന്താ നടന്നു വരുന്നു. താഴത്തെ ഫ്ലോറിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് ലുലുവിന് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. അപ്പോൾ അന്നേരം വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. Stay tuned for another vlog. Bye.